ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ വൈനാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ്. പൈനാപ്പിളിന് നല്ല വിലക്കുറവാണ്. പിന്നെ ക്രിസ്മസ് വരില്ലേ, അപ്പോൾ ഇപ്പോഴിട്ട് വെച്ചാലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ. നല്ല രുചിയുള്ള നല്ല സ്ട്രോങ് വൈനാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല ഉണ്ടാക്കാനായിട്ട്. പലർക്കും വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് പുളിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് അതേപടി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വൈന് പുളിച്ചു പോവുകയില്ല. നല്ല രുചിയുള്ള വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പലർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനായിട്ട് 1.5 കിലോ പൈനാപ്പിളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ തലഭാഗവും തൊലിയൊക്കെ ചെത്തി കഴിയുമ്പോഴത്തേക്കും 1 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാനതിൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കട്ടെ. ഇപ്പോൾ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ തലഭാഗമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് ആദ്യം നമ്മൾ പൈനാപ്പിൾ കഴുകിയിട്ടില്ല. അപ്പം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ കഴുകണം. അല്ലാന്നുണ്ടെങ്കിൽ വൈന് പുളിച്ചു പോകും. അപ്പോൾ നമുക്കിത് എടുക്കുന്ന പാത്രവും നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡും കത്തിയും എന്തൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നോ അതെല്ലാം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം. പച്ചവെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിരിക്കണം. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ തന്നെ കഴുകിയെടുക്കുന്നത്. പൈനാപ്പിൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ബോർഡും കഴുകി കത്തിയും കഴുകി കൈയും ഒക്കെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെയാണ് കഴുകിയിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നും കുത്തി കളയേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് ചെറുതാക്കണ്ട, എന്നാലും അത്യാവശ്യം ഒരു വലുപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട്, അത്ര ഒരുപാട് ചെറുതുമല്ല അത്യാവശ്യം വലുതും അല്ലാത്ത തരത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ നടുവിലത്തെ ആ പോർഷനില്ലേ, അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ഈ പാത്രവും തിളപ്പിച്ചാറിയ വെള്ളത്തിലാട്ടോ കഴുകിയിട്ടുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയിട്ടെടുക്കുക. അപ്പോൾ വൈൻ ഇടാനായിട്ട് ഞാനൊരു ഭരണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഗ്രേപ്പ് വൈനും പാഷൻ ഫ്രൂട്ടിൻ്റെ വൈനൊക്കെ ഇട്ട ഭരണ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 8 ലിറ്ററിൻ്റെ ഭരണയാണ്. ഇപ്പോൾ ഭരണ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കുപ്പി ആയാലും മതി. നമ്മൾ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന കുപ്പിയുടെയോ ഭരണയുടെയോ 3/4 ഭാഗത്തോളമൊക്കെ വരാൻ പാടുള്ളൂ. ഫുള്ള് നിറച്ചും ടൈറ്റാക്കി കുത്തി നിറച്ച് വെക്കരുത്. ഒരു എയർ സർക്കുലേഷനുള്ള ഒരു സ്പേസും കൂടെ ഇട്ടേക്കണം. നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളത് അതിൻ്റെ ഇടയ്ക്ക് പച്ചവെള്ളത്തിലൊന്നും കൈയൊന്നും പോയി കഴുകി കളയരുത് കേട്ടോ. അങ്ങനെയാണ് വൈനൊക്കെ ചീത്തയായി പോകുന്നത്. ഭരണയാണേലും നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഇതിപ്പം പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ തന്നെ പകുതി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ചീത്തയായിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ഈസ്റ്റ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ച് നോക്കിക്കഴിയുമ്പം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ നല്ലതാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതിലിടാവുള്ളൂ. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സ്പൂണും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയതോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളതോ ആയിരിക്കണേ. തടിത്തവി വെച്ച് ഇളക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാനിൻ്റെ സ്പാച്ചുല ഇല്ലേ, അതെടുത്താലും മതി. പക്ഷെ അത് എടുക്കുകയാണെങ്കിൽ അത് വേറെ ഒന്നിനും ഉപയോഗിക്കാതെ അത് കഴുകി മാറ്റി അങ്ങ് വെക്കണം. അതിപ്പം 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കി വെക്കണം. അപ്പോൾ ആ ഇളക്കുമ്പോൾ ആ തവി തന്നെ എടുത്ത് ഇളക്കാൻ ശ്രദ്ധിക്കണം. ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഭരണിയുടെ 3/4 ഭാഗത്തോളാണുള്ളത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് എയർ ടൈറ്റ് ആക്കി വെക്കാതെ ഇത് ഒരു വെള്ള തുണി കൊണ്ട് അടയ്ക്കാം. ഇതിനകത്ത് ഞാൻ പട്ടയൊന്നും ഇടുന്നില്ല കേട്ടോ. കാരണം പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ പൈനാപ്പിളിൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റാണ് ഇതിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല. പട്ട, ഗ്രാമ്പൂ, തക്കോലം ഒന്നും ഇടുന്നില്ല. ഗ്രേപ്പ് വൈനൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിടുന്നില്ല. നമുക്കിത് കെട്ടിവെക്കാം. 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
നമ്മൾ ഈ ഇടയ്ക്ക് ഇളക്കാൻ എടുക്കുന്ന തവി നല്ല ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. കാരണം ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മതിയാകും. പിന്നെ ചിലപ്പോൾ പൈനാപ്പിളിന് തീരെ മധുരം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ പഞ്ചസാരയുടെ അളവ് കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ സമയത്ത് മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. കാരണം വൈനാക്കി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ മധുരം കുറയും. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമുക്കിനി ഇത് ഇതുപോലെ തന്നെ കെട്ടി വെക്കാം. ഇനി ഇതുപോലെ 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഇളക്കണമെന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നെ വെച്ചിരുന്നാലും മതി. ഇതിപ്പം 21 ദിവസമായിട്ടുണ്ട്. കൂടുതൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. മിനിമം 21 ദിവസം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം മുകളിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം താഴെ അടിയിലാണുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ പൈനാപ്പിൾ കൊണ്ട് വൈൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ കൊളീഗ് എൽസി ജോസഫാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഈ ഒരു കാര്യം പറഞ്ഞതിന്. ഇത് എടുക്കുകയാണ്. ഇത് നമ്മളിത് ഞെക്കി പിഴിയോ ഒന്നും ചെയ്യരുത്. ഇത് അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് അങ്ങ് കളഞ്ഞാൽ മതി. ഇതിനകത്ത് നന്നായിട്ട് പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം കേട്ടോ, നല്ല വൈനിൻ്റെ നല്ല സ്മെല്ലാണുള്ളത്. നമുക്കിതെടുത്ത് മാറ്റാം. ഇതാ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം വൈനിൻ്റെ ആ ഒരു ടെക്സ്ചർ അല്ല ഉള്ളത്. എന്ന് വെച്ചാൽ അത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കും വൈന്. നമുക്കത് ക്ലിയർ ആവാനായിട്ട് അനക്കാതെ മാറ്റി വെക്കാം. ഇത് നമുക്കൊന്ന് അടച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ഭരണിയില്ലേ, ആ ഭരണി തന്നെ ഒന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഒഴിച്ച് അടച്ച് അങ്ങ് വെച്ചിരുന്നാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പക്ഷേ ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെക്കുവാണ്. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രുചിയുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയോ? എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ആകെ 21 ദിവസം കൊണ്ട് അടിപൊളി വൈൻ കിട്ടി. ഇപ്പോൾ ആണെങ്കിൽ പൈനാപ്പിളിൻ്റെ സീസണാണ്. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് അനക്കാതെ മാറ്റി വയ്ക്കാം. ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ച വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരാഴ്ച ആകുമ്പോൾ തന്നെ ക്ലിയർ ആവും. പക്ഷേ 2 ആഴ്ച ആകുമ്പോഴത്തെ കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആയിക്കോളും. നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ചെടുക്കാം. കേട്ടോ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടില്ലേ? ആ ഒരു കലക്കെല്ലാം മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഒഴിക്കണ്ട. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. കുപ്പിയുടെ 3/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഡാർക്ക് കളറുള്ള കുപ്പിയാണ് വേണ്ടത് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ചത്. നമ്മളിപ്പോൾ എടുക്കാനുള്ളതാണെങ്കിൽ ഇതിൽ ഇങ്ങനത്തെ ഉള്ള ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്കൊന്ന് ഒഴിക്കട്ടെ. ഒഴിക്കുമ്പോൾ പത വരും, കുഴപ്പമില്ല. ഇത്രയും ഒഴിച്ചാൽ മതി കേട്ടോ. കുപ്പിയുടെ 3/4 ഭാഗത്തോളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഇതിപ്പം 3ാമത്തെ കുപ്പിയിലും കൂടെ ഒഴിച്ചു വെക്കാം. ഇതിപ്പം വൈന് മൊത്തത്തിൽ ഒരു 3 ലിറ്ററോളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണുള്ളത്. നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഇവിടെ മുഴുവനും വൈനിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. പൈനാപ്പിളിൻ്റെ വൈന് ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ വീഞ്ഞെന്നൊക്കെ പറയുക, ആ ഒരു നല്ലൊരു ഫ്ലേവറാണ്. കാരണം നമ്മൾ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രുചിയുണ്ട്. അപ്പോൾ വൈൻ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ളൊരു വൈനാണ് കേട്ടോ. അപ്പം ഞാൻ വൈനൊക്കെ കുപ്പിയിൽ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ബിജു ഡേവിഡും ഫാമിലിയാണ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ബിജു, ജിഷ ഇച്ചിരി കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയണേ. അതിന്റെ ഭാഗമാണോ? നല്ല എങ്ങനെയുണ്ട്? അതിന്റെ വീര്യം എങ്ങനെയുണ്ട്? നല്ല വീര്യമുണ്ട്. പൈനാപ്പിളിന്റെ ഫ്ലേവർ ഉണ്ട്. ബാക്കി ഇതിനകത്ത് എന്താ ചേർത്തിരിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ആണ്. താങ്ക് യു. മോള് പറയോ? അടിപൊളിയാണോ? നോക്കാം കുഞ്ഞു നോക്കാം. അല്ല, നല്ലൊരു വൈൻ്റെ കളറ് അടക്കം. ഇറ്റ് ഇസ് എ ഗോൾഡൻ വൈൻ. വെരി നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് നല്ല ലഹരിയുണ്ട്. എല്ലാ തരത്തിലും നല്ലൊരു വൈനാണ്. അത് ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.
അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വന്നത്. ഇവിടെ ഒരു ഫംഗ്ഷന് പോയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇവര് ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് വൈനൊക്കെ ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് കിട്ടിയത്. അപ്പൊ താങ്ക് യു ബിജു, ജിഷ, താങ്ക് യു. മനസ്സിലാലോചിച്ചോ നിർത്തിയോ? അപ്പൊ അപ്പുറത്തേക്ക് ഞാൻ തെറ്റൊന്നും ചോദിക്കാം. ഇല്ല പ്രശ്നം ഇല്ല സാർ.